നമസ്കാരം, SN മീഡിയ 1 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ പേരിട്ടിരിക്കുന്നത് ചിക്കൻ മിഠായി എന്നാണ്. ഇതിൻ്റെ പുറമെ കാണുന്നതിലല്ല, ഉള്ളിലുള്ള ടേസ്റ്റിലാണ് ഈ ഒരു മിഠായി അല്ലെങ്കിൽ സ്വീറ്റ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ചിക്കൻ മിഠായി. മിഠായി ചിക്കന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കുകയാണ്. മിഠ എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ സ്വീറ്റ് എന്ന അർത്ഥമാണ്. അപ്പോൾ സ്വീറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്, റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒരു ചെറിയ ചീനച്ചട്ടിയിലാണ് നമ്മളിവിടെ ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെറിയ ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇതിലേക്ക് ആദ്യമായി നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഡ്രൈ റെഡ് ചില്ലിയാണ്. അത് ഒരു 1.5 റെഡ് ചില്ലി. അതിലേക്ക് നമ്മൾ പിന്നീട് ഒരു ഒനിയൻ ചോപ്പ് ചെയ്തതാണ്. നമുക്കിവിടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ക്യാപ്സിക്കം. ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ഹാഫ് റെഡ് ചില്ലി, സാധാ റെഡ് ചില്ലി പൗഡർ ഹാഫ്, കുറച്ച് മതി, നമുക്ക് സ്വീറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നീട് നമ്മൾ പെപ്പർ പൗഡറും അതേ രൂപത്തിൽ തന്നെ ഒരു ഹാഫ് ടീസ്പൂണാണ്, വളരെ കുറച്ച് മതി. അതേ രൂപത്തിൽ തന്നെ ഗരം മസാലയും ഒരു ഹാഫ് ടീസ്പൂൺ. അതേ രൂപത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ടീസ്പൂണിൽ ഒരു വിനാഗിരി, 1 ടീസ്പൂൺ വിനാഗിരിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. അത് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ, കുറച്ച് കൂടുതൽ. അത് സ്വീറ്റാണ്, നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് അല്ലെങ്കിൽ ഐറ്റംസിന് മുൻപന്തിയിലുള്ളത് സ്വീറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കെച്ചപ്പ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ബോയിൽ ചെയ്ത് വെച്ച ബോൺലെസ് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ക്രഷ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നീട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിഠായി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വീറ്റും സാൾട്ടൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റംസാനാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് നടക്കില്ല. അത്യാവശ്യം കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും, ഇതേ രൂപത്തിലാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ്, ഇതൊരു മിഠായി രൂപത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് തയ്യാറാക്കണം. അതിന് നമുക്ക് സമൂസയുടെ ഷീറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടിയിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ട് നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. തയ്യാറായി കഴിയുമ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് കയ്യിൽ പറ്റാതിരിക്കാൻ കുറച്ച് എണ്ണയും ആഡ് ചെയ്യാം. അതിനുശേഷം ഇതേ രൂപത്തിൽ ചെറിയ ബോളാക്കി എടുക്കാം. പത്തിരി പ്രസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇത് റൗണ്ട് ഷേപ്പിലുള്ള പത്തിരി അല്ലെങ്കിൽ പൂരി പോലെയുള്ള ഒരു ഷേപ്പിലേക്ക് നമ്മളിതിനെ പത്തിരി പ്രസ്സിൽ നമ്മൾ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്വീറ്റായിട്ടുള്ള മസാല, മിഠായി കേക്കിന് വേണ്ടി നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതേ രൂപത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഇതേ രൂപത്തിൽ റൗണ്ടായി മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് 2 സൈഡും ക്ലോസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദപ്പൊടി എടുത്ത് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒരു പശ രൂപത്തിലാക്കി വേണമെങ്കിൽ ഒട്ടിക്കാം. കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ ഒട്ടിച്ചാൽ മതിയാകും. അതായത് എണ്ണയിൽ നിന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ. നമുക്ക് കോൺഫിഡൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു പശ ഇവിടെ യൂസ് ചെയ്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു മിഠായിൻ്റെ രൂപം എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റൂ. പക്ഷേ ടേസ്റ്റ് മിഠായിയുടെ തന്നെയാണ്, സ്വീറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മിഠായി ചിക്കൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇത് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു മിഠായി രൂപത്തിലേക്ക് ആക്കിയെടുക്കാം, അത് ഞാൻ പറയാം. അപ്പം ഇതേ രൂപത്തിൽ നമ്മൾ റോളാക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അല്ലെങ്കിൽ കൂടുതൽ ബ്രൗൺ നിറത്തിലേക്ക് പോകും. പക്ഷേ ഉള്ളിൽ ഈ ഒരു മൈദ
ഇതിൻ്റെ പുറമെ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ഷീറ്റ് കുക്കാവുകയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ നമ്മുടെ കോരി ഉപയോഗിച്ച് കൊണ്ടിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഓയിലിൽ നിന്നും ചെയ്യണം. അതല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഠായി ചിക്കൻ ഇതേ രൂപത്തിൽ ബ്രൗൺ ആകുകയും ബട്ട് ഉള്ളിൽ കുക്ക് ആവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു മിഠായി ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് അലൂമിനിയം ഷീറ്റ് ഫോയിൽ ഉപയോഗിച്ചുകൊണ്ട് മിഠായി രൂപത്തിൽ നമുക്ക് കവർ ചെയ്ത് നമുക്ക് നമ്മുടെ തീൻമേശയിലേക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ സെർവ് ചെയ്ത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്ക് ഇത് രുചികരമായി തീൻമേശയിൽ സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.